ഇത് എന്തൊക്കെ ചെയ്താലും ഇത് അതിന്റെ പഴയ രൂപത്തിലേക്ക് ലോക്ക് ഇതിന്റെ അടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സംഭവം ഒറ്റ അടിയാ വന്നു പോകും. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 7 മാസം ഞാൻ ഉപയോഗിച്ച ഒരു പ്രൊഡക്റ്റിന്റെ റിവ്യൂമായിട്ടാണ് വന്നിരിക്കുന്നത്. സാധാരണ നമ്മളൊരു പ്രൊഡക്റ്റ് അൺബോക്സ് ചെയ്തു, പിന്നെ അത് വിട്ടു, അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പിന്നെ വീഡിയോ ചെയ്യാറില്ല. പക്ഷേ ഞാൻ ഈ ഒരു ചെയറിന്റെ റിവ്യൂ ആണെന്ന് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങളൊരു ചെയറൊക്കെ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തതിനു ശേഷം തുടർന്ന് കാണുക. ഈ വീഡിയോയ്ക്ക് നമ്മളൊരു 500 ലൈക്ക് ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം പല ചെയറുകൾ മാറി ഉപയോഗിച്ചിട്ടുണ്ട്. കാരണം കുറേയധികം മണിക്കൂറുകൾ നമ്മൾ ഇതിന്റെ കമ്പ്യൂട്ടറിന്റെ മുമ്പിലും ക്യാമറയുടെ മുമ്പിലും ഇരുന്ന് വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ചെയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പ്രോപ്പറായിട്ടൊരു പൊസിഷൻ നമ്മുടെ ശരീരത്തിന് കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കത് വലിയ ബുദ്ധിമുട്ടായിട്ട് മാറും. ബാക്ക് പെയിൻ അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് വരും. അതെനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ചെയറിലേക്ക് പോയത്. ഈ ചെയർ സ്ലീപ്പ് കമ്പനിയുടെ സ്റ്റൈലസ് എർഗണോമിക് സ്മാർട്ട് ഗ്രിഡ് ചെയറാണ്. ഈ ഒരു ചെയർ ഞാൻ വാങ്ങാനുള്ള മെയിൻ ആയിട്ടുള്ള കാര്യം ഇതിൽ സ്മാർട്ട് ഗ്രിഡ് ടെക്നോളജി എന്ന് പറയുന്ന ഒരു സംഭവം യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ചെയറിലേക്ക് പോയത്. കാരണം മാർക്കറ്റിൽ ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. എങ്കിലും സ്മാർട്ട് ഗ്രിഡ് ടെക്നോളജി എന്ന് പറഞ്ഞ് സെയിൽ ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ഒരു ചെയർ. സ്ലീപ്പ് കമ്പനിയുടെ മാട്രസ് വാങ്ങിയാലും അതിലും ഈ സ്മാർട്ട് ഗ്രിഡ് ടെക്നോളജി ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ ഒരു പുതിയ ടെക്നോളജി അല്ലെങ്കിൽ അതിൻ്റെ ഒരു കംഫർട്ട് എന്താണെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ചെയറിലേക്ക് പോയത്. ഇത് ഉപയോഗിച്ചതിന് ശേഷം എനിക്ക് ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടി എന്ന് തന്നെ പറയാം. കാരണം ഇതിലെ സ്മാർട്ട് ഗ്രിഡ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചത്. ഈ കാണുന്ന ഈ സംഭവം ഉണ്ടല്ലോ, ഇതാണ് ഇവരുടെ ഈ സ്മാർട്ട് ഗ്രിഡ് ടെക്നോളജി എന്ന് പറഞ്ഞ് ഇവർ അഡ്വർടൈസ് ചെയ്യുന്ന സാധനം. ഇതിലേക്ക് നിങ്ങൾ നോക്കിക്കൊള്ളുക, കുറേയധികം ചെറിയ ഹോളുകളുണ്ട്. നോക്കുക, ഇതിൽ ഒരുപാട് ഹോൾസ് ഉണ്ട്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇരിക്കുന്ന ആ ഒരു പൊസിഷൻ അനുസരിച്ച് ഈ സംഭവം ചേഞ്ച് ആയിക്കോളും, ഇത് അഡ്ജസ്റ്റ് ആയിക്കോളും. നമ്മൾ ഒരു ചെയറിൽ ഇരിക്കുമ്പോൾ ആ ചെയറിനനുസരിച്ച് നമ്മൾ ഇരിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഇരിക്കുന്നതിനനുസരിച്ച് ഈ ഒരു സംഭവം, ഈ സ്മാർട്ട് ഗ്രിഡ് ടെക്നോളജി അഡ്ജസ്റ്റബിൾ ആകും. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ നല്ലൊരു കംഫർട്ട് ഈ ഒരു മെറ്റീരിയലിലുള്ള പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുമ്പോൾ ലഭിക്കും. ഇതിൽ നമ്മൾ ഏത് രീതിയിൽ ഇതിനെ അമക്കോ ഞെക്കോ ഒടിക്കുകയോ എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും നിമിഷങ്ങൾക്കുള്ളിൽ ഇത് തിരിച്ച് അതിന്റെ ആ പഴയ രൂപത്തിലേക്ക് വരും. നോക്കുക, ഇതാണ് സ്മാർട്ട് ഗ്രിഡ് ടെക്നോളജി. ഇതിനുള്ളിൽ നൽകിയിരിക്കുന്ന ഈ ചെറിയ ഹോൾസ് ഉള്ളത് കൊണ്ട് തന്നെ ഇതിലൂടെ നല്ല രീതിയിലുള്ള എയർ പാസിംഗ് നടക്കുകയും വലിയ രീതിയിൽ ചൂടെടുക്കുകയോ ഒന്നും ചെയ്യത്തില്ല. രണ്ടാമതായിട്ട് ഈ ഒരു ചെയർ ഉപയോഗിച്ചപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ മറ്റൊരു കാര്യമുണ്ട് ഈ ചെയറിൽ. അതായത് നമ്മൾ ഈ ഒരു ചെയർ ഉപയോഗിച്ച് കഴിഞ്ഞ് റെസ്റ്റ് ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചും ബാക്കിലേക്ക് നമുക്ക് ഇങ്ങനെ റിക്ലൈൻ ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. 135 ഡിഗ്രി വരെ ഇത് താഴേക്ക് ചരിച്ചിടാൻ പറ്റും. അപ്പോൾ ചില ചെയറുകളുടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പരിധിക്ക് അപ്പോട്ട് ഇത് പുറമോട്ടാക്കി കഴിഞ്ഞാൽ നമുക്കൊരു ഡിസ്ബാലൻസ് ഫീൽ ചെയ്യും. നമ്മൾ താഴെ പോകുന്നുള്ള ഒരു പേടിയുണ്ടാവും. പക്ഷേ ഈ ചെയറിൽ അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. കാരണം ഇതാ 135 ഡിഗ്രി വരെ മാക്സിമം നമ്മൾ ചരിച്ചിട്ടെന്ന് പറഞ്ഞാലും നമുക്കൊരു പേടി തോന്നത്തില്ല ഇതിൽ കിടക്കാൻ. ഞാൻ എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഈ ചെയറിൽ തന്നെയാണ് റെസ്റ്റ് എടുക്കുന്നത്. ഞാൻ കട്ടിലെ പോയി കിടക്കുന്നതിനേക്കാളും കംഫർട്ടായിട്ട് ഇവിടെ തന്നെ ഇരുന്ന് റെസ്റ്റ് എടുക്കാറ്. ഇനി ഇതിൽ മറ്റൊരു ട്രിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ചെയർ പുറമോട്ടാക്കി റിലാക്സ് ചെയ്യുന്ന സമയത്ത് നമുക്കിത് ലോക്ക് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. നമ്മൾ ഏത് ഡിഗ്രിയിൽ ഏത് പൊസിഷനിലാണോ ചെയർ സെറ്റ് ചെയ്തിരിക്കുന്നത് അവിടെ കൊണ്ട് ലോക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ലോക്ക് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ പുറമോട്ടൊന്ന് ആഞ്ഞിട്ട് ഈ ലോക്ക് ഓപ്പൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ ആവുന്നതിനനുസരിച്ച് ഇതിൻ്റെ ബാക്ക് സൈഡ് നേരെ നമുക്കൊപ്പം തന്നെ നേരെ ആയിക്കോളും. ഇത് നമ്മുടെ പുറത്ത് വന്ന് അടിക്കുകയോ അങ്ങനെ എന്നുള്ളൊരു പ്രശ്നം ഉണ്ടാകത്തില്ല. ഇതിന് മുമ്പ് ഞാനൊരു ചെയർ യൂസ് ചെയ്തത്. അതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ലോക്ക് ഇതിൻ്റെ അടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സംഭവം ഒറ്റ അടിയാണ് വന്ന് പോകും. സത്യത്തിൽ അത് വലിയ ഡേഞ്ചർ ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ ഈ ചെയർ എനിക്ക് പ്രശ്നമായിട്ടില്ല. നല്ലൊരു കംഫർട്ട് അങ്ങനെയും കിട്ടുന്നുണ്ട്. അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഹാൻഡ് റെസ്റ്റ് ആണ്. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചെയറിൽ ഹാൻഡ് റെസ്റ്റ് ആണ്. നമ്മളെപ്പോഴും നമ്മുടെ 2 കൈ എവിടെയെങ്കിലും കൊണ്ട് വെക്കണ്ടേ. അപ്പോൾ ഈ ഹാൻഡ് റെസ്റ്റ് അഡ്ജസ്റ്റബിൾ ആണ്. അതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. അഡ്ജസ്റ്റബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഹാൻഡ് റെസ്റ്റ് ഈ രീതിയിൽ മുകളിലേക്കും താഴേക്കും ഇങ്ങനെ ആക്കാനായിട്ട് പറ്റും. ഇതിന്റെ സൈഡിൽ ഒരു ചെറിയ ലോക്ക് ഉണ്ട്. അതിൽ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് മുകളിലേക്ക് താഴേക്ക് ഇങ്ങനെ ആക്കാം. അത് തന്നെയല്ല, പലപ്പോഴും നമ്മൾ ടേബിളിനടുത്തല്ല ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഹാൻഡ് റെസ്റ്റ് കുറച്ച് മുമ്പോട്ടാക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിലൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കുറച്ച് മുമ്പോട്ട് വരും. നമ്മൾ ടേബിളിൽ നിന്ന് കുറച്ച് വിട്ടാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിലും കൈ നമുക്ക് കറക്റ്റ് ടേബിളിന്റെ അടുത്ത് വരെ ഇതുകൊണ്ട് എത്തിച്ചു വെക്കാനായിട്ട് പറ്റും. അപ്പോൾ ഹാൻഡ് റെസ്റ്റ് നൽകിയിരിക്കുന്ന ഈ 2 ഫീച്ചേഴ്സും എൻ്റെ ഡെയിലി യൂസേജിൽ എനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ട്. നാലാമതായിട്ട് പറയാനുള്ളത് ഇതിന്റെ ബാക്ക് സൈഡിനെ കുറിച്ചാണ്. ഈ ചെയറിന്റെ ബാക്ക് സൈഡിൽ ചെറിയ ഹോൾസ് നൽകിയിട്ടുള്ള ഒരു പ്രത്യേകതരം മെഷാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എയർ സർക്കുലേഷൻ വളരെ ഫാസ്റ്റായിട്ട് ഇതിനുള്ളിലൂടെ നടക്കുകയും നമുക്ക് നല്ലൊരു കൂളിംഗ് നൽകുകയും ചെയ്യും. അപ്പോൾ ഈ ചെയറിൽ ഞാൻ നോട്ട് ചെയ്ത മറ്റൊരു കാര്യം, ഈ ചെയറിൽ ഇരുന്ന് നമ്മൾ എത്ര നേരം വർക്ക് ചെയ്തെന്ന് പറഞ്ഞാലും വേർക്കത്തില്ല. കാരണം ഇത് ഓപ്പൺ ആണ്. ഈ ഏരിയ ചെറിയ ഹോളുകൾ ഉള്ളത് കൊണ്ട് തന്നെ എയർ പാസേജ് നടക്കുകയും അപ്പോൾ നമ്മൾ ശരീരം ഒത്തിരി ഹീറ്റ് ആകുകയും വേർക്കുകയും ചെയ്യത്തില്ല എന്നുള്ള ഒരു കാര്യം ഞാൻ നോട്ടീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് വർക്ക് ചെയ്യുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഞാൻ മുമ്പ് ഈ ഒരു ചെയർ അൺബോക്സിംഗ് ചെയ്ത സമയത്ത് പറഞ്ഞിരുന്നു ഇതിൽ
ഉപയോഗിച്ചിരിക്കുന്ന ഈ ഒരു ചെറിയ ഫാബ്രിക് ഉണ്ടല്ലോ, ഈ മെഷ്, ഇത് എത്ര ക്വാളിറ്റി ഉള്ളതായിരിക്കും? കുറച്ച് ദിവസം ഉപയോഗിക്കുമ്പോൾ ഇത് കേടായി പോകുമോ, എന്തെങ്കിലും സ്ക്രാച്ചസ് വരുമോ എന്നൊക്കെ ഞാൻ ആ വീഡിയോയിൽ ഒരു സംശയം പറഞ്ഞിരുന്നു. പക്ഷേങ്കിൽ 7 മാസത്തെ യൂസേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഈ ഒരു ചെയർ ഞാൻ യൂസ് ചെയ്തു. പക്ഷേങ്കിൽ എങ്ങും തന്നെ ഒരു പ്രശ്നവും ഇതുവരെ ഉണ്ടായിട്ടില്ല. നമ്മളിത് കാണുമ്പോൾ ഓർക്കും ഇതിൽ ചെറിയ ചെറിയ ഹോൾസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഇത് പെട്ടെന്ന് പൊട്ടിപ്പോവുക കീറിപ്പോവുക ചെയ്യുമായിരിക്കും എന്ന് വിചാരിക്കും. പക്ഷേ അങ്ങനെ ഇതുവരെ സംഭവിച്ചിട്ടില്ല. 5ാമതായിട്ട് എനിക്ക് തോന്നിയ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ലംബാർ സപ്പോർട്ടാണ്. ലംബാർ സപ്പോർട്ട് സാധാരണ ഇതേപോലുള്ള ചെയറുകളിൽ നമുക്ക് ഒരു പൊസിഷനെ കാണത്തുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ ലംബാർ സപ്പോർട്ടിന് വേണ്ടി നമുക്ക് പില്ലോയോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ബാക്ക് സൈഡിൽ വെച്ചിട്ടായിരിക്കും നമ്മൾ ഇരിക്കുന്നത്. എന്നാൽ ഇതിൽ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ലംബാർ സപ്പോർട്ടുണ്ട്. ഈ ലംബാർ സപ്പോർട്ട് നമ്മളെ പൊസിഷൻ അനുസരിച്ച് നമ്മൾ കിടക്കുകയോ അല്ലെങ്കിൽ നമ്മൾ ഏത് രീതിയിലാണോ ഇരിക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് ലംബാർ സപ്പോർട്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നി. അതിനോടൊപ്പം തന്നെ ഈ ലംബാർ സപ്പോർട്ട് നൽകിയിരിക്കുന്ന ഈ ഒരു ഭാഗത്ത് ഇതിനുള്ളിൽ ഒരു മെഷ് യൂസ് ചെയ്തിട്ടുണ്ട്, അതിനുള്ളിൽ കുഷ്യനും യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഭയങ്കര കംഫോർട്ടാണ്. ഈ കുഷ്യൻ ഉണ്ടെന്നുള്ള കാര്യം ഞാൻ ഈ അടുത്ത സമയത്താണ് മനസ്സിലാക്കിയത്. ഞാൻ ഇത്രയും ദിവസം യൂസ് ചെയ്തിട്ട് ഞാൻ അത് ശ്രദ്ധിച്ചില്ലായിരുന്നു. പക്ഷേ ഇതിനുള്ളിലും ഈ ലംബാർ സപ്പോർട്ടിനുള്ളിലും ചെറിയ കുഷ്യൻ കൊടുത്തിട്ടുണ്ട്. ആ കുഷ്യൻ ഉള്ളതുകൊണ്ട് തന്നെ നമുക്കിത് വളരെ ഒരു കംഫോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അടുത്തായിട്ട് ഞാൻ ഇതിൽ നോട്ട് ചെയ്ത മറ്റൊരു സംഭവം എന്ന് വെച്ചാൽ ഇതിന്റെ ഹെഡ് റെസ്റ്റ് ആണ്. ഈ ഹെഡ് റെസ്റ്റ് അഡ്ജസ്റ്റബിൾ ആണ്. നമുക്ക് മുകളിലേക്കും താഴേക്കും നമ്മുടെ കഴുത്തിന്റെ പൊസിഷനും നമ്മൾ ഇരിക്കുന്ന പൊസിഷനും അനുസരിച്ച് നമുക്കിത് മാറ്റാനായിട്ട് സാധിക്കും. അതിനോടൊപ്പം തന്നെ ഇതിനും ആ സെയിം ഫാബ്രിക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ആ മെഷ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മെഷിനുള്ളിൽ നല്ല കട്ടിയിൽ തിക്നെസ്സിൽ കുഷ്യനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കംഫോർട്ട് നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഇത്രയും കംഫോർട്ടിനെ കുറിച്ച് പറഞ്ഞ സ്ഥിതിക്ക് ഈ ഒരു ചെയറിന്റെ ബോഡി ക്വാളിറ്റിയെ കുറിച്ച് പറയണമല്ലോ. ഞാൻ പറഞ്ഞല്ലോ 7 മാസമായിട്ട് ഇത് ഞാൻ ഉരുട്ടാൻ തുടങ്ങിയതാണ്. ഇതിന്റെ വീൽസ് ആയിക്കോട്ടെ ഇതിന്റെ ബേസ് ആയിക്കോട്ടെ വളരെ സ്ട്രോങ് ആണ്. ഒരു രീതിയിലുള്ള പ്രശ്നം ഇതുവരെ ഉണ്ടായിട്ടില്ല. വളരെ സ്മൂത്ത് ആയിട്ടാണ് ഇത് വർക്ക് ചെയ്തിട്ടുള്ളത്. ഒപ്പം തന്നെ ഇത് മുകളിലേക്കും താഴേക്കും ആകുന്ന ആ ഒരു ഗ്യാസ് ഫിൽറ്ററും വളരെ സ്മൂത്ത് ആണ്. ഇതിന്റെ റൈറ്റ് സൈഡിലാണ് ഇത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സെറ്റപ്പ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് മുകളിലേക്കും താഴേക്കും ഈ ചെയർ ആക്കാനായിട്ട് സാധിക്കും. ഞാൻ പറയാൻ വിട്ടത് മറ്റൊരു കാര്യമുണ്ട്. ഇതൊരു സൈലന്റ് ആയിട്ടുള്ള ചെയറാണ് കേട്ടോ. നമ്മൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്ന സമയത്തൊന്നും ഇപ്പം ഞാൻ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് അനക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേങ്കിൽ ആ ഒരു സൗണ്ട് ഒന്നും ഇതിനില്ല. വളരെ സൈലന്റ് ആയിട്ട് സ്മൂത്ത് ആയിട്ട് തന്നെ വർക്ക് ആയിക്കോളും. ബിൽഡ് ക്വാളിറ്റിയിൽ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഫ്രെയിംസ് ഒക്കെ വളരെ സ്ട്രോങ് ആൻഡ് ഡ്യൂറബിൾ ആണ്. പെട്ടെന്ന് ഡാമേജ് ഒന്നും ഉണ്ടാകില്ല. എന്തായാലും നമ്മൾ ഈ ചെയർ എടുത്ത് നിലത്തടിക്കാനൊന്നും പോകുന്നില്ലല്ലോ. നിലത്തടിച്ച് നശിപ്പിക്കാത്തിടത്തോളം കാലം ഇത് എത്ര കാലം ഇടയിൽ ഈ സംഭവം മുമ്പോട്ട് പോയിക്കോളും. അത്ര ഡ്യൂറബിൾ ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഫ്രെയിംസ് ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ കഴിഞ്ഞ വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ ചിലർ ചോദിച്ചിരുന്നു ഈ ചെയറിന്റെ ഡിസൈൻ എങ്ങനെയുണ്ട്, സംഭവം കൊള്ളാവുന്നു. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. കാരണം ഡിസൈൻ ഒരു മെയിൻ ഫാക്ടർ ആണെങ്കിൽ പോലും നമുക്കത് അതിനപ്പുറത്തേക്ക് നോക്കേണ്ടത് ആ ചെയറിൽ നിന്ന് കിട്ടുന്ന കംഫോർട്ട് എങ്ങനെയുണ്ടെന്നാണ്. അപ്പോൾ നമ്മളിതിൽ പേ ചെയ്യുന്നത് എത്ര ആണോ ആ പേ ചെയ്യുന്നതിനനുസരിച്ചുള്ള ഒരു വാല്യൂ ഈ കമ്പനി ഈ ഒരു ചെയറിലൂടെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഏകദേശം നമുക്ക് അത് അച്ചീവ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ ഉപയോഗിച്ചതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്തത്. 7 മാസത്തോളം ഞാൻ ഈ ചെയർ ഉപയോഗിച്ചെന്ന് പറഞ്ഞില്ല. മാക്സിമം ഞാൻ ഇതിനെ ഉപയോഗിച്ച് യൂട്ടിലൈസ് ചെയ്തു. അതിനുശേഷമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ 7 മാസം കൊണ്ട് ഇതിൻ്റെ ഒരു കംഫോർട്ടും അതിൻ്റെ ഒരു ബിൽഡ് ക്വാളിറ്റിയും തീർച്ചയായിട്ടും മനസ്സിലാക്കാനുള്ള ഒരു സമയമുണ്ട് 7 മാസം എന്ന് പറയുന്നത്. ഞാനിതിനെ മാക്സിമം ഉപയോഗിക്കുകയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയിലും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു കംഫോർട്ടിലും സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ ഈ ചെയറിൻ്റെ ആദ്യത്തെ വീഡിയോ ചെയ്തപ്പോൾ പലരും കമന്റ് സെക്ഷനിലൂടെ ചോദിച്ചൊരു കാര്യമാണ് ഈ ചെയർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബാക്ക് പെയിൻ മാറുമോ എന്ന്. ഈ ബാക്ക് പെയിൻ മാറുമോ എന്നുള്ള ഒരു ചോദ്യം തന്നെ തെറ്റാണ്. കാരണം ബാക്ക് പെയിൻ വരാൻ പല പല കാരണങ്ങളാണ്. നമ്മൾ ഇരിക്കുന്ന നമ്മുടെ പൊസിഷൻ കൊണ്ടുണ്ടാകുന്ന ബാക്ക് പെയിൻ നമ്മൾ ആ പൊസിഷൻ ശരിയാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൽ നിന്ന് റിലീഫ് നമുക്ക് കിട്ടും. നിങ്ങൾ ഈ ചെയറിന്റെ ഡിസൈൻ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഏകദേശം എസ് ഷേപ്പിലാണ് വന്നിരിക്കുന്നത്. നമ്മൾ പൊസിഷൻ അനുസരിച്ചുള്ള നമ്മുടെ ശരീരത്തിന്റെ സ്ട്രക്ചറിന് അനുസരിച്ച് തന്നെയാണ് ഈ ഒരു ചെയറിന്റെ സ്ട്രക്ചർ വന്നിരിക്കുന്നത്. പക്ഷേ ആ ചെയറിന്റെ സ്ട്രക്ചർ അങ്ങനെ തന്നെ ഇരിക്കുന്നില്ല. നമ്മളെ ശരീരത്തിനനുസരിച്ച് വീണ്ടും ഇത് അഡ്ജസ്റ്റബിൾ ആണ്. ആ രീതിയിലുള്ള മെറ്റീരിയൽസ് ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതാണ് ഈ ഒരു ചെയറിന്റെ പ്രത്യേകത. ഇപ്പോൾ ഈ ചെയറിന്റെ സെയിൽ നടക്കുന്നുണ്ട്. ഇതിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നും ആമസോണിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ബൈ ചെയ്യാനായിട്ട് സാധിക്കും. 45% ഡിസ്കൗണ്ട് ഉണ്ട്. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് കൂടുതൽ ഡിസ്കൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഒരു കൂപ്പൺ കോഡ് കൊടുത്തേക്കാം. ആ ഒരു കൂപ്പൺ കോഡ് ഉപയോഗിച്ചാണ് ബൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വീണ്ടും 5% ഡിസ്കൗണ്ട് കൂടെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നല്ലൊരു റേറ്റിൽ ഈ ഒരു പ്രൊഡക്റ്റ് ബൈ ചെയ്യാനായിട്ട് സാധിക്കും. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് യൂസ് ചെയ്ത് ബൈ ചെയ്യുക. ഒപ്പം തന്നെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കാണുമെന്ന് വരുന്ന വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഈ വീഡിയോയ്ക്ക് നമ്മൾ ടാർഗറ്റ് ചെയ്ത് 500 ലൈക്കാണ്. മാക്സിമം എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണുമെന്ന് വരുന്നു. ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റുകളായിട്ട് അറിയിക്കുക. ഇന്നത്തെ വീഡിയോ നിർത്തിയാണ്. ഇതിലും നല്ലൊരു അൺബോക്സിംഗ് റിവ്യൂ ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.